ഈ അമ്മ നേരം വൈകി. എൻ്റെ ഒരു കവർ എന്താ? ഡ്രസ്സിന്റെ കവറാ? അമ്മേ ഞാൻ വരുമ്പോൾ ഡ്രസ്സ് മേടിച്ച് എൻ്റെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പം അതിന് എനിക്ക് എന്തായാലും ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അപ്പം അത് മേടിച്ച് അതാ 10 മിനിറ്റ് നേരം വൈകിയേ. ഇത് തന്നെയാ പണി. ശമ്പളം കിട്ടുക, ഡ്രസ്സ് മേടിക്കുക, ശമ്പളം കിട്ടുക, ഡ്രസ്സ് മേടിക്കുക. ഈ ഇപ്പം കഴിഞ്ഞ മാസമല്ലേ ഒന്ന് മേടിച്ചത്. എൻ്റെ മോൻ്റെ പൈസയല്ലേ ഇങ്ങനെ തീർക്കുന്ന ഈ. നമുക്ക് ഒരു ബോധവും ഇല്ല. രണ്ട് പെൺകുട്ടികളാണ് നമുക്ക് വളരുന്നത്. അമ്മേൻ്റെ മോൻ്റെ പൈസക്കല്ല, ഞാൻ പണിയെടുത്ത പൈസയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ച്. പിന്നെ പെൺകുട്ടികൾ വളരണ്ട ചെടിക്ക് ഇപ്പം ഡ്രസ്സിൽ നടക്കാൻ പറ്റുമോ? പെൺകുട്ടികൾ വളർന്നോട്ടെ, അതും ഡ്രസ്സും തമ്മിൽ എന്താ ബന്ധം? പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ ഡെയിലി ഡ്രസ്സ് വാങ്ങി ഇവിടെ നടക്കലാന്ന്. ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളല്ലേ. ദിവസം ഒരേ ഡ്രസ്സ് ഇട്ട് പോകാൻ പറ്റുമോ? ഒന്നോ രണ്ടോ മാസം കൂടുമ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഡ്രസ്സ് മേടിക്കും. അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്താ തെറ്റായിട്ട് തോന്നുന്നത്? ഈ എൻ്റെ ഇഷ്ടത്തിന് പണിക്ക് പോകുന്നു, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണല്ലോ പണിക്ക് പോകുന്നത്. ഇവിടെ ബജാജിൻ്റെ EMI വീടിൻ്റെ ഹൗസിംഗ് ലോണൊക്കെ അമ്മയും ഏട്ടനും മാത്രം വീട്ടിലടയ്ക്കുന്നത്. ഞാൻ ഒന്നിലേക്കും തരാറില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയല്ലേ. ഇല്ല ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങി കൂട്ടി അലമാരയിൽ സ്ഥലമില്ല. അതുകൊണ്ട് പറയുന്നതാ. അനക്ക് വേണേ മതി, എനിക്ക് തരുമൊന്നും വേണ്ട. ഒരു ഡ്രസ്സ് മേടിച്ച് 10-200 രൂപയുടെ ഡ്രസ്സാണ് ഞാൻ മേടിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഞാൻ മേടിക്കുന്നതാണ്. അല്ലാതെ ഡെയിലി ഞാൻ ഡ്രസ്സ് മേടിക്കുന്നതല്ല. അമ്മ ഇത് എല്ലാ പ്രാവശ്യവും ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉണ്ട് കേട്ടമ്മേ. നമ്മളെ കാലത്തൊക്കെ ഒരു 2 ഡ്രസ്സാണ് ഉള്ളത്. അത് മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടാവോ? അമ്മേ ഞങ്ങൾക്കും ഞങ്ങളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ അമ്മ പണ്ട് ഓഫീസിൽ പോയിനോ? ഇല്ലല്ലോ. എനിക്കിപ്പോൾ ഓഫീസിൽ പോകാനുണ്ട്. അപ്പോൾ എനിക്ക് ഇട്ട ഡ്രസ്സ് 2 ഡ്രസ്സ് ഇട്ടിട്ട് ഉണക്കി നാളെ ഇന്ന ഡ്രസ്സ് മറ്റന്നാൾ ഡ്രസ്സ് ഉണക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഡ്രസ്സ് മേടിക്കലുണ്ട്. അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അല്ലാതെ ഞാൻ ഡെയിലി ഡ്രസ്സ് വാങ്ങിയോണ്ട് നിൽക്കലില്ല. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ മറന്നൊന്നും ചെയ്യാറുമില്ല. ചെയ്തൂട്. എൻ്റെ ഓൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഈ അടങ്ങൂലെന്ന് എനിക്കറിയാം. ഇതിനെപ്പോലുള്ള എല്ലാ അമ്മായിമാരെയും പ്രശ്നമാണ്. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും ഓൻ നിനക്ക് സപ്പോർട്ടല്ലേന്ന്. പണ്ട് അച്ഛൻ അമ്മേനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നോ? അന്ന് ഈ പ്രശ്നമില്ലായിരുന്നോ? ഇപ്പം മക്കളെ മരുമക്കൾ സപ്പോർട്ട് ചെയ്യണം, പക്ഷെ മരുമകളെ മകൻ സപ്പോർട്ട് ചെയ്യരുത്. എന്താ അമ്മേ, കാലം മാറിയില്ലേ? ഇനിയും ഒന്ന് മാറി ചിന്തിച്ചൂടെ?